ശരിക്കും അപ്പം സ്വപ്നങ്ങള് നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് ശരിക്കും പറയുന്നുണ്ട്. അതായത് ആ, ഇന്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പറയുന്നുണ്ട്. ഫിയറിനെ കുറിച്ചോ, നമ്മുടെ ട്രോമേനെ കുറിച്ചോ ഒക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാര് ഒരേ സ്വപ്നം കുറേ കാലങ്ങളായിട്ട് കാണുന്നു. കാണുന്നുണ്ട്. അതും ശരിക്കും അതെ. അത് ഇതേപോലെ ഓരോന്ന് ഇതിപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് അബാൻഡ്മെന്റ് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ, വേറെ ആൾക്കാരുടെ കാര്യത്തിൽ ഇതുപോലത്തെ പല കാര്യങ്ങളും കാണും. ഉം. ഇപ്പം ഒരു കുഴിയിലേക്ക് ഇത് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറേ സാധനങ്ങളുണ്ട്. ഉം. കുഴിയിൽ വീണു പോവുക, ഉം. ഇങ്ങനെ പെട്ടെന്ന് താഴേക്ക് ഉം. വീണു പോകുന്ന പോലത്തെ ഒരു സാധനം. ബോഡി ജേർക്ക് ചെയ്യും. ആ, ആ. നമ്മൾ പെട്ടെന്ന് ഞെട്ടി ആ. എണീക്കും. പിന്നെ അതേപോലെ പാമ്പ് ഓടിക്കുക, ആ. ഇല്ലേ ആ. ആന കുത്താൻ വരിക, ആ. പിന്നെ ഈ മാം പറഞ്ഞ പോലെ ഓടിയിട്ട് എത്താതിരിക്കുക. എത്താതിരിക്കുക. ഇതെല്ലാം ജനറ്റിക്കലി എന്താ പറയുക, ഇവല്യൂഷണറി ആയിട്ട് നമ്മളിൽ വന്നിട്ടുള്ള കുറേ ഫിയർ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ. ഫിയർ ഓഫ് ഓൾ, മോളിൽ നിന്ന് വീഴുന്ന പോലത്തെ ഒരു സംഭവം, ഡെത്തിൻ്റെ ഫിയർ, ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് റിലേറ്റ് ചെയ്തിട്ട് കോമൺ ആയിട്ട് എല്ലാവരും കാണുന്ന സ്വപ്നങ്ങളാണ്. അപ്പോൾ ഞാനും കാണാറുണ്ട് വീണ് പോകുന്ന പോലെയും, ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ എന്താ പാരലൈസ് ആയിട്ട് നമുക്ക് എണീക്കാൻ പറ്റാത്ത പോലത്തെ സംഭവങ്ങൾ. അത് ഞാൻ നേരത്തെ ഉം. പറഞ്ഞല്ലോ, ഉം. നമ്മുടെ ശരീരത്തിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കേണ്ട പാർട്ടിലേക്ക് ഇത് എത്താതെ വരികയും നമ്മൾ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുകയും ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നൊരു, പക്ഷേ അത് ഫിസിയോളജിക്കലി അങ്ങനെയാണ് ഉം. സംഭവിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ സൈക്കോളജിക്കലി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ നമ്മളൊരു തെറാപ്യൂട്ടിക് ലെവലിൽ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ചില ഫിയർ ഫാക്ടേഴ്സ് ഉണ്ട്. ഉം. ആ ഫിയർ ഫാക്ടേഴ്സിനെ നമുക്ക് കണ്ടെത്തിയിട്ട് അതിന് തെറാപ്പി കൊടുക്കാൻ പറ്റും. ഉം. ആ രീതിക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്രീമിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ അതിനകത്തും ഇതെടുക്കാം. ഇതേ സാധനത്തിന് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ എടുക്കാം, എനർജി ലെവലിൽ സംസാരിച്ചെടുക്കാം. ആ ഭഗവതിയുടെ അമ്പലമുണ്ടോ? ഉണ്ട്. അത് തന്നെയാണോ സ്വപ്നം കാണുന്നത്? ഉം. അതെ. ഇതെല്ലാം കറക്റ്റ് അല്ലേ? പക്ഷെ ഇത് ഭഗവതി കോപിക്കുന്നതല്ല. ഉം. ആ കുട്ടിയിൽ ഉണ്ടായിട്ടുള്ള എന്താണ് പ്രശ്നമാണ്. അതിനെയാണ് നമ്മൾ തെറാപ്പി ചെയ്ത് മാറ്റുന്നത്. ഞാനിങ്ങനെ സാധാരണ ഇങ്ങനെ നമ്മുടെ ചില സ്വപ്നങ്ങളെ കുറിച്ച് നമ്മൾ വളരെ ക്യൂരിയസ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ മരിക്കുന്നതായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണും. യെസ്, അത് നമ്മൾ കാണും. അല്ലേ? ആ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഇത് പ്രത്യേകിച്ച് 2 മീനിങ് ഒക്കെ കാരണം ഉണ്ടോ? കൊണ്ടുണ്ട്. ആ. അതായത് നമ്മളൊരു പെർട്ടിക്കുലറായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം മാം ഒരു ബിസിനസ് നടത്തുന്നു. ഈ ബിസിനസ് എല്ലാം വൈൻഡ് അപ്പ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു സ്റ്റാർട്ടിങ് തുടങ്ങുകയെന്ന് ഉം. വിചാരിക്കുക. ഉം. അങ്ങനെ സമയത്ത് ചില ആൾക്കാർ അവർ സ്വയം മരിക്കുന്നതായിട്ട് സ്വപ്നം കാണാറുണ്ട്. ഉം. കാരണം ഒരു പാർട്ട് അവിടെ എൻഡായി. വേറൊരു സാധനം തുടങ്ങുന്നതിനെ സബ്കോൺഷ്യസ് മരണമായിട്ട് അങ്ങനെയാണ് കണക്കാക്കും. എടുക്കണത്. ഓക്കേ. ഇസ് ഈക്വൽ ടു ഫിയർ ഓഫ് ഡെത്ത്. ആ. ഞാനൊരു പരിപാടി നിർത്തുകയാണ്, ആ. ഞാൻ എന്ത് ചെയ്യും, അടുത്തത് വിജയിക്കുമോ, ഉം. അങ്ങനെ ഒരു സാധനം അതിനകത്ത് വരാം. ഓ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേപോലെ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട്. അതിൻ്റെ പാറ്റേൺ റിപ്പീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ വരാറുണ്ട്. ഓ. അതായത് നമുക്ക് മുന്നറിയിപ്പ് തരുന്ന പോലെ. മുന്നറിയിപ്പ് തരുന്ന പോലെ. അത് ഓക്കെ. ഇതിൽ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മൾ അതിലേക്ക് കൊണ്ടുപോയി നോക്കണം. ആ.